പ്രശ്നങ്ങൾ പറഞ്ഞാൽ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. തിരുവനന്തപുരത്ത് ഏറ്റവും കൂടുതൽ തിരക്കേറുന്ന ഒരു സ്ഥലമാണ് തമ്പാനൂർ. വിവിധ സ്ഥലങ്ങളിൽ നിന്നും ഇവിടെ എത്തുന്നവരും ഇവിടെ നിന്നും വിവിധ സ്ഥലങ്ങളിലേക്ക് പോകുന്നവരും യാത്രയ്ക്ക് ഉപയോഗിക്കുന്ന ബസ് സ്റ്റാൻഡും സമീപ പ്രദേശത്തുള്ള റെയിൽവേ സ്റ്റേഷനും ഇതിനടുത്താണ്. പ്രത്യേകിച്ച് രാവിലെയും വൈകുന്നേരങ്ങളിലും ഇവിടെ നല്ല തിരക്കാണ്. കാരണം രാവിലെ ഓഫീസിൽ പോകുന്നവിടെ തിരക്കും, വൈകുന്നേരം ജോലി കഴിഞ്ഞ് വീട്ടിലോട്ട് പോകുന്നവിടെ തിരക്കും ഇവിടെ വളരെ കൂടുതലാണ്. ഇവിടെ നേരിടുന്ന ഗതാഗതക്കുരുക്കുകൾ ട്രാഫിക് പോലീസ് ഉദ്യോഗസ്ഥന്മാർ വളരെ ക്ഷമയോടുകൂടി കൈകാര്യം ചെയ്യുന്നു. എന്നാൽ പോലീസ് സംവിധാനങ്ങളും ക്യാമറകളും ഉണ്ടെങ്കിൽ തന്നെയും ഇവിടെ പോക്കറ്റടി വളരെ കൂടുതലാണ്. ഇവിടെ ജനങ്ങൾ വളരെ ശ്രദ്ധിച്ചാണ് യാത്ര ചെയ്യുന്നത്. കാരണം അല്ലെങ്കിൽ കയ്യിരിക്കുന്ന പൈസ നഷ്ടമാകും. ഞാൻ എൻ്റെ ക്യാമറയുമായി ബസ് സ്റ്റാൻഡിനകത്തോ റെയിൽവേ സ്റ്റേഷനകത്തോ എനിക്ക് കയറാൻ പറ്റാത്ത അത്ര തിരക്കായിരുന്നു. അതുകൊണ്ടായിരുന്നു ഞാൻ അതിനകത്തോട്ട് കയറാതിരുന്നത്. സമീപത്തുള്ള ദൃശ്യങ്ങൾ ഒപ്പിയെടുത്ത് ജനങ്ങളിൽ എത്തിക്കുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടിയാണ് പുറമേ ഞാൻ ഈ ചിത്രീകരണം നടത്തുന്നത്. മുൻകാലങ്ങളിൽ സുഹൃത്തുക്കളുമായി ചേർന്ന് 50 പൈസയുടെ കപ്പലണ്ടി വാങ്ങി എല്ലാവരും ഷെയർ ചെയ്ത് തിന്നു നടക്കുന്ന ഒരു കാലമുണ്ടായിരുന്നു. പക്ഷേ ഇന്ന് 50 പൈസയും കൊണ്ട് പോയാൽ കപ്പലണ്ടി കിട്ടില്ലല്ലോ. ഏറ്റവും കൂടുതൽ തിരക്കേറിയ ഒരു വെജിറ്റേറിയൻ ഹോട്ടലായിരുന്നു ആര്യഭവൻ. ഈ ആര്യഭവൻ സ്ഥിതി ചെയ്തിരുന്നത് റെയിൽവേ സ്റ്റേഷന് സമീപത്ത് ഈ കാണുന്ന സ്ഥലത്തായിരുന്നു. റെയിൽവേയുടെ സ്ഥലം ഏറ്റെടുത്ത ഭാഗമായി ആ ഹോട്ടൽ ഇന്ന് നിലവിലില്ല. ഈ കാണുന്നത് ഇന്ത്യൻ കോഫി ഹൗസ്. മുൻകാലങ്ങളിൽ ഇതുപോലൊരു വലിയ ഹോട്ടൽ ഇവിടെ അടുത്ത് ഇല്ലായിരുന്നു. തല ഉയർത്തി നിൽക്കുന്ന ആ ഇന്ത്യൻ കോഫി ഹൗസ് കാണുമ്പോൾ പലർക്കും പഴയകാല ഓർമ്മകൾ തിരിച്ചു വരുന്നു. മുൻകാലങ്ങളിൽ മഴ പെയ്തു കഴിഞ്ഞാൽ ഈ തമ്പാനൂരിലൂടെ നടന്നു പോകാൻ സാധിക്കില്ല. മുഴുവനും വെള്ളവും ഇവിടുത്തെ വേസ്റ്റും എല്ലാം കൂടിക്കലർന്ന് നമുക്ക് നടക്കാൻ പറ്റാത്തൊരു സാഹചര്യമായിരുന്നു അത്. ഇന്ന് അതെല്ലാം മാറി നല്ലൊരു സിറ്റിയായി മാറിക്കഴിഞ്ഞു. മദ്യപിച്ചുകൊണ്ട് റോഡിൽ കിടന്ന് ആൾക്കാരെ തെറി പറയുന്ന ഒരു സംവിധാനം നേരത്തെ ഉണ്ടായിരുന്നു. എന്നാൽ ഇന്നതില്ല. പോലീസ് ഉദ്യോഗസ്ഥന്മാർ വളരെ ശ്രദ്ധാപൂർവമാണ് ഓരോ സ്ഥലങ്ങളിലും നിരീക്ഷിച്ചു വരുന്നത്. അങ്ങനെ എന്തെങ്കിലും അവരുടെ കണ്ണിൽപ്പെട്ടാൽ ഉടനെ തന്നെ അവരെ അവിടെ നിന്ന് നീക്കം ചെയ്യുന്ന ഒരു സമ്പ്രദായം ഇന്നുണ്ട്. യാത്രക്കാർക്ക് ബുദ്ധിമുട്ടുന്ന രീതിയിലുള്ള പെരുമാറ്റങ്ങളോ പ്രവൃത്തികളോ ഇവിടെ സംഭവിച്ചാൽ അതിൻ്റെ പോലീസ് സംവിധാനം വളരെ സ്ട്രിക്റ്റാണ്. ഇന്ന് പോലീസ് ഉദ്യോഗസ്ഥർ അത് വളരെ ബുദ്ധിപൂർവ്വം വളരെ ക്ഷമയോടുകൂടി കൈകാര്യം ചെയ്യുന്നു എന്നുള്ളത് പോലീസ് ഉദ്യോഗസ്ഥരെ പ്രശംസിക്കേണ്ട ഒരു കാര്യം തന്നെയാണ്. ഗതാഗതക്കുരുക്ക് എല്ലാ പേരെയും ബാധിക്കുന്ന ഒരു പ്രശ്നമായി തീർന്നിരിക്കുകയാണ്. അത് പോലീസുകാരും ജനങ്ങളും ഒരുമിച്ച് സഹകരിച്ച് നിന്നാൽ ആ പ്രശ്നം പരിഹരിക്കാവുന്നതേ ഉള്ളൂ. നാടിൻ്റെ നന്മയ്ക്കായി നമുക്ക് ഒരുമിച്ച് കൈകോർക്കാം. നന്ദി, നമസ്കാരം. ജയ് ഹിന്ദ്.